സൈക്കിൾ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ ഈ സൈക്കിള് കയറ്റം പഠിക്കാൻ വേണ്ടിയിട്ട് സൈക്കിളുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അര സൈക്കിളും വലിയ സൈക്കിളും. അര സൈക്കിളിന് 1 മണിക്കൂർ നേരത്തേക്ക് 75 പൈസയാണ്, വലിയ സൈക്കിളിന് 1 രൂപ. അത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടീഷൻ കുറഞ്ഞ സൈക്കിളാണ്. അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ചവിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ രാവിലെ പോയി അവിടെ പോയി നിൽക്കണം, എന്നാലേ സൈക്കിൾ കിട്ടുള്ളൂ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരിക്കും. അങ്ങനെ സൈക്കിള് വാടകയ്ക്ക് എടുത്ത് ചവിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ സൈക്കിൾ കയറ്റം പഠിച്ചത് സ്വന്തമായിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു മൂത്ത കസിൻ ബ്രദർക്ക് എന്നെ കഴിഞ്ഞ് ഒരുപാട് പ്രായ വ്യത്യാസമുണ്ട്. പുള്ളിക്ക് ഒരു സൈക്കിളുണ്ട്, റാലി സൈക്കിളാണ്. അപ്പോൾ ഇത് നമുക്ക് വല്ലപ്പോഴും ഒക്കെ പുള്ളി ഇല്ലാത്ത സമയത്ത് കിട്ടുള്ളൂ. ആ സമയത്ത് ആദ്യം പെടലേ കയറി നിന്ന് ആദ്യം തള്ളിക്കൊണ്ട് നടക്കും, പിന്നെ അതിൻ്റെ പെടലേ കയറി നിൽക്കും ഇടതുകാല് കൊണ്ട്. അങ്ങനെ ബാലൻസ് ആകും. അതിനുശേഷം പിന്നെ ഇത് ഈ ഫ്രെയിമിൻ്റെ ഇടയിൽ കൂടെ കാലിട്ട് ചവിട്ടും. ആ സമയത്ത് കാരിയറിൽ പുറകിൽ നമ്മളെ കഴിഞ്ഞ് കൊച്ചു പിള്ളേരെ ഇരുത്തിക്കൊണ്ട് ചവിട്ടാൻ മാത്രം എക്സ്പേർട്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ സൈക്കിൾ ചവിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം 7ാം ക്ലാസ്സിലെ അവധിക്കാണ് എനിക്ക് ആദ്യമായിട്ട് സൈക്കിൾ, ഒരുപാട് നാളത്തെ റിക്വസ്റ്റിന് ശേഷമാണ് സൈക്കിൾ വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളൊരു അനുവാദം വീട്ടിൽ നിന്ന് കിട്ടിയത്. BSA SLR എന്ന് പറയുന്ന സൈക്കിള്. എത്ര പേർക്ക് ആ സൈക്കിളിനെ കുറിച്ചിട്ട് അറിയാമെന്നറിയില്ല, ഇപ്പോഴത് നിലവിലുണ്ടോയെന്നും അറിയില്ല. അപ്പോൾ ആ സൈക്കിള് കിട്ടിയ ദിവസമായിരുന്നു അന്ന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം. അതിൻ്റെ ചെയിനിലിടുന്ന ആ ഓയിലിൻ്റെ മണം അതിപ്പോഴും എൻ്റെ മൂക്കിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഞാനൊരു ഹീറോ ആയി. സൈക്കിളിൻ്റെ ഓണറാകുക എന്ന് പറയുന്നത് അന്നത്തെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് സൈക്കിൾ സ്വന്തമായിട്ടുള്ളവരും സൈക്കിളിൽ പോയവരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.